ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ 3 പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കാം. ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഴം നല്ലതുപോലെ ഒന്ന് വാട്ടിയിട്ടെടുക്കണം. ഇപ്പോൾ പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ തന്നെ വാട്ടിയിട്ടെടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വാട്ടിയതിന് ശേഷം അതിലേക്ക് 1 കപ്പോളം ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതുപോലെ ഒന്ന് പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ നല്ല പാകത്തിന് കിട്ടും. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തായി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. അതും കൂടി നമുക്ക് അവിടെ എടുത്ത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കലക്കിയിട്ടെടുക്കാം. നല്ല തിക്കും ആവാൻ പാടില്ല, എന്നാൽ ഓവർ ലൂസ് ആവാത്ത രീതിയിലുള്ള ഒരു ബാറ്റർ ആക്കിയിട്ടെടുക്കാം. ഇത് ഈ ഒരു രീതിയിലാക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ച ബ്രെഡ് ക്രംസിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ആ പഴത്തിൻ്റെ മിക്സിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പഴം ബോൾസ് ആക്കിയിട്ടെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചേർത്ത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ തന്നെ ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ആക്കി വെച്ച ഓരോ കട്ട്ലേറ്റും ഈ ഒരു മൈദ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. മൈദ മിക്സ് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്കും ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു കട്ട്ലേറ്റ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ആദ്യം മൈദ മിക്സിലൊന്ന് കോട്ട് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഒരു സൈഡ് നല്ലതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ നിറമായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ബനാന കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. ഇനി തൊലി കറുത്ത പഴമൊക്കെ കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി പഴം കഴിക്കാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും. വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പഴമൊന്നും കഴിക്കാത്ത ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.